الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، حمدا كثيرا طيبا مباركا فيه. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، خير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم لتسألن يومئذ عن النعيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി മുത്തഖിയായി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം അല്ലാഹുവിനെ സദാ ജീവിതത്തിൽ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായ പ്രവാചക സുന്നത്തുകളും പൂർണ്ണമായും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തബിഈങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യരെന്ന നിലക്ക് ഏതൊരു മനുഷ്യനും ജീവിക്കുന്ന നാടുമായി ഒരു പ്രത്യേകമായ ഒരു ബന്ധവും അടുപ്പവും ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അയാളുടെ ഭാഷയിൽ, അയാളുടെ സംസാരത്തിൽ, അയാളുടെ പെരുമാറ്റത്തിൽ, അതുപോലെ തന്നെ ഓരോ മനുഷ്യരും ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളിലൊക്കെ അദ്ദേഹം ജീവിക്കുന്ന രാജ്യത്തിന്റെ, അദ്ദേഹം ജീവിക്കുന്ന നാടിന്റെ, അദ്ദേഹം ജീവിക്കുന്ന വീടിന്റെ സ്വാധീനം പ്രകടമാകാറുണ്ട്. ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാജ്യത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് പ്രകൃതിപരമായി തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ രാജ്യത്തെ സ്നേഹിക്കുകയും ആ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ നാടിനെ സംരക്ഷിക്കുകയും അതിന്റെ പുരോഗതികൾക്ക് വേണ്ടി അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുക എന്നത്
വിശ്വാസികൾ എന്ന നിലയ്ക്ക് പരിശുദ്ധ ഇസ്ലാം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ജനിച്ചു വീണ നാട്ടിൽ കഴിയണമെന്നും അവിടെ ജീവിക്കണമെന്നും ഇസ്ലാം നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ നാട്ടിൽ ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തുമ്പോൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ അനുവദിച്ചിട്ടുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കും. ഒരു മനുഷ്യന്റെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അയാളുടെ സ്വന്തം ജീവിതത്തോട്, സ്വന്തം ശരീരത്തോടുള്ള സ്നേഹം പോലെ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ അത് രണ്ടും ഒരുമിച്ച് ചേർത്ത് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ നിസായിൽ അല്ലാഹു പറയുന്നുണ്ട്, വലൗ അന്നാ ഖതബ്നാ അലൈക്കും അൻ തഖ്തുലൂ അൻഫുസകും ഔ ഇഖ്റുജൂ മിൻ ദിയാരിക്കും മാ ഫഅലുഹു ഇല്ലാ ഖലീലൻ മിൻഹും. രാജ്യസ്നേഹവും ജീവിതത്തോടുള്ള സ്നേഹവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. അയാളുടെ നാട്ടിൽ നിന്ന് അയാളെ പുറത്താക്കിയാൽ അതിന്റെ അർത്ഥം അയാളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അയാൾ പുറത്തു പോയതുപോലെയാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ മനസ്സിലാകണമെങ്കിൽ ആ മനുഷ്യന്റെ രാജ്യത്തോടുള്ള സ്നേഹം പരിശോധിച്ചാൽ മതി. ആ നാട്ടുകാരോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ പരിശോധിച്ചാൽ മതി. ആ നാടിനോടുള്ള സ്നേഹവും തന്റെ സഹോദരങ്ങളെ സ്നേഹിക്കലും കഴിഞ്ഞുപോയ കാലത്തെ അദ്ദേഹത്തിന്റെ ജീവിതവും പഠിച്ചാൽ തന്നെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന, നമ്മൾ കഴിയുന്ന നമ്മുടെ നാട്, നമ്മുടെ പ്രദേശം, നമ്മുടെ രാജ്യം എന്നൊക്കെ പറയുമ്പോൾ വൈകാരികമായ വല്ലാത്തൊരു ബന്ധമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, 3 കാര്യങ്ങൾ ഊട്ടപ്പെട്ടതാണ്, പരസ്പരം ഊട്ടപ്പെട്ടതാണ്. ഏതാണ് ആ കാര്യങ്ങൾ? സലാസത്തു ഖിസാലിൻ ഫീ സലാസത്തി അസ്നാഫിൻ മിനൽ ഹയവാനി അൽ-ഇബ്ലി തഹിന്നു ഇലാ ഔതാനിഹാ വഇൻ കാന അഹദുഹു ബഈദൻ ഫത്തയ്റു ഇലാ വഖ്രിഹി വഇൻ കാന മൗദിഉഹു മുജ്ദിബൻ അൽ-ഇൻസാനു ഇലാ വത്നിഹി വഇൻ കാന ഗൈറുഹു അക്സറ നഫഅൻ. 3 കാര്യങ്ങൾ പരസ്പരം ഊട്ടപ്പെട്ടതാണ് എന്നാണ്. ഒന്ന്, ഒട്ടകങ്ങളെ നമുക്കറിയാം. ഒട്ടകം എന്ന് പറയുന്നത് തന്റെ നാട്ടിലേക്ക് ഇഷ്ടവും അനുകമ്പയുമുള്ള ഒരു ജീവിയാണ്. അതുപോലെ തന്നെയാണ് പക്ഷികൾക്ക് പ്രത്യേകമായ അടുപ്പം തന്റെ കൂടിനോടുണ്ടാകും എന്ന് കാണാൻ സാധിക്കും. ആ കൂട് നിൽക്കുന്ന സ്ഥലം വരൾച്ചയുള്ള നാടാണെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ പോയി അത് വെള്ളം ശേഖരിക്കുകയും ഭക്ഷണം ശേഖരിക്കുകയും ചെയ്താലും വരൾച്ചയുള്ള നാടാണെങ്കിലും തന്റെ കൂടിലേക്ക് അണയാൻ വേണ്ടി പക്ഷികൾ മടങ്ങി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷികൾക്ക് തന്റെ കൂടിനോട് വല്ലാത്ത ഒരു അടുപ്പവും ഇഷ്ടവും ഉണ്ടാകും എന്ന് കാണാം. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ രാജ്യത്തോട്, തന്റെ നാടിനോട്, തന്റെ വീടിനോട് വല്ലാത്ത ഒരു അടുപ്പം ഉണ്ടാകും. ഒരുപക്ഷെ അവന് ഗുണകരമായ പല കാര്യങ്ങളും മറ്റു പല രാജ്യങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടാകാം. അവന്റെ ജോലി വിദേശത്തായിരിക്കാം. അവന് കൂടുതൽ ഇവിടത്തേക്കാൾ സുഖസൗകര്യമായ ജീവിതം ലഭിക്കുന്നത് മറ്റൊരു നാട്ടിലായിരിക്കാം. അതുപോലെ തന്നെ അവന്റെ സമ്പാദന മാർഗവും മറ്റു കാര്യങ്ങളും ഒക്കെ മറ്റൊരു നാട്ടിലായിരിക്കാം. എന്നിരുന്നാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിറന്ന വീണ മണ്ണും അതുപോലെ ആ നാടും ആ ഗ്രാമവും ആ വീടുമൊക്കെ എപ്പോഴും വന്നണയാൻ അവൻ ആഗ്രഹിക്കുന്നതും അത് പ്രതീക്ഷിക്കുന്നതുമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. ആ നിലക്ക് നമുക്കെല്ലാം നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ നാടിനോട്, നമ്മുടെ പ്രദേശത്തോടൊക്കെ വല്ലാത്ത ഒരു ഇഷ്ടം ഉണ്ടാകാറുണ്ട്. വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനബോധമുണ്ട്. അത് പ്രകൃതിപരമായി തന്നെ ഒരു മനുഷ്യന് ഉണ്ടാകേണ്ട കാര്യം തന്നെയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകുന്ന സന്ദർഭത്തെ കുറിച്ച് പ്രവാചകനൊപ്പം ജീവിച്ചിരുന്ന, ചെറുകാലത്തെല്ലാം പ്രവാചകനൊപ്പം ഉണ്ടായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ ഒട്ടകത്തിന്റെ പുറത്ത് മദീനയുടെ പുറത്തേക്ക് മദീനയിലായിരുന്ന സമയത്ത് പോകുമ്പോൾ മടങ്ങി വരാൻ, മദീനയിലേക്ക് വരാൻ വല്ലാതെ ആഗ്രഹിക്കുകയും വീട്ടിലേക്ക് വരാൻ വല്ലാതെ ആഗ്രഹിക്കുകയും അങ്ങനെ ഒട്ടകത്തില് മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുമ്പോ മദീനയുടെ ചുവരുകൾ കാണുമ്പോൾ ഇതാ മദീന, മദീനയുടെ മതിലുകൾ കാണുമ്പോ, മദീനയുടെ ചുവരുകൾ കാണുമ്പോ ആ മദീനയോടുള്ള ഇഷ്ടം കൊണ്ട്, നാടിനോടുള്ള ഇഷ്ടം കൊണ്ട് വാഹനം അല്പം സ്പീഡാക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്,
ഈ ഹദീസിൽ രണ്ട് കാര്യങ്ങളാണ് വിശ്വാസികൾക്ക് കാണാൻ കഴിയുന്നത്, രണ്ട് പാഠങ്ങളാണുള്ളത്. വഫിൽ ഹദീസി ദലാലത്തുൻ അലാ ഫദ്ലിൽ മദീന. ഒന്ന് മദീനയുടെ പ്രത്യേകതയാണ്. മദീനക്ക് പ്രത്യേകമായ പ്രത്യേകത ഉണ്ട് മറ്റ് ലോകത്തുള്ള മറ്റു സ്ഥലങ്ങളെക്കാൾ. അതാണ് ഒന്ന്. രണ്ടാമത്തത് അലാ മശ്റൂഇയ്യത്തി ഹുബ്ബുൽ വതൻ. സ്വന്തം ജീവിക്കുന്ന പിറന്നു വീണ അല്ലെങ്കിൽ സ്വന്തം ജീവിക്കുന്ന നാടിനോടുള്ള ഹുബ്ബുൽ വതൻ, രാജ്യത്തോടുള്ള സ്നേഹമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ അങ്ങനെ രാജ്യസ്നേഹം കാണിച്ച, നാടിനോട് സ്നേഹം കാണിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. മൈമൂന ബിന്ത് ബഹദൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മൈമൂന ബിന്ത് ബഹദൽ എന്നാണ് അവരുടെ പേര്. ഒരു ഗ്രാമീണ സ്ത്രീയാണ്, ഒരു ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു. അവർക്ക് യസീദ് എന്ന് പറയുന്ന ഒരു മകനുണ്ടായി. ഭരണാധികാരം കിട്ടി, കൊട്ടാരമുണ്ടായി. സിറിയയിൽ വലിയ കൊട്ടാരമുണ്ടായി. ആ കൊട്ടാരത്തിൽ ജീവിക്കാനുള്ള അവസരമുണ്ടായി. പക്ഷേ അവർ ആഗ്രഹിച്ചതും അവർ ചെയ്തതും എന്താണ്? അവർക്ക് കൊട്ടാരത്തിലും പട്ടണത്തിലും ജീവിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ ഗ്രാമത്തിലാണ് ജീവിക്കാൻ താല്പര്യവും ആഗ്രഹവും പ്രകടിപ്പിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മൈമൂന ബിന്ത് ബഹലിന്റെ ചരിത്രം എടുത്തു വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവരുടെ നാടിനോടുള്ള, അവരുടെ രാജ്യത്തോടുള്ള സ്നേഹമാണ് അതിന്റെ കാരണം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്ന് കവിതകളിലൂടെ ആ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ എത്ര സംഭവങ്ങൾ സ്വന്തം രാജ്യത്തോടുള്ള അവരുടെ കൂറിനെ നമുക്ക് കാണാം. ഫിറൗന്റെ അക്രമങ്ങൾ കഠിനമായി. മൂസാ നബി അലൈഹിസ്സലാം കിലോമീറ്ററുകളോളം അകലെയുള്ള മദീനയിലേക്ക് അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് പോവുകയാണ്. അവിടെ പോയി നീണ്ട 10ഓളം വർഷം അവിടെ മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ കീഴിലുണ്ട്, ജീവിക്കുന്നു. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്, തന്റെ നാട്ടിലേക്ക്, ഈജിപ്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അവിടെ നല്ല പീഡനവും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആ നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന മൂസാ നബിയുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ സൂറത്ത് താഹയിൽ കാണാൻ കഴിയും. മൂസാ നബി തിരിച്ചു വരുമ്പോഴാണ് ആ കുടുംബക്കാരെ നിർത്തിക്കൊണ്ട് തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിൽ ഒരു പ്രകാശം കാണുകയും അതിൽ നിന്ന് അല്പം പകർത്തിയെടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ചെരുപ്പഴിച്ചു വെച്ച് ആ വാതിലേക്ക് കടന്നു ചെല്ലുകയും അള്ളാഹു പ്രവാചകത്വം നൽകുകയും ഒക്കെ ചെയ്യുന്ന സംഭവബഹുലമായ ചരിത്രം സൂറത്തു താഹയിൽ അള്ളാഹു വിശദീകരിക്കുന്നത് ആ ഭാഗത്താണ്. മൂസാ നബി അലൈഹി സ്വലാം വീണ്ടും അത് ഈജിപ്തിലേക്ക് വരികയാണ്. അങ്ങനെ ജനിച്ചു വീണ നാട്ടിലേക്ക് വരാൻ, ജനിച്ചു വീണ നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്രം, മുൻഗാമികളുടെ ചരിത്രങ്ങളിൽ നമുക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ ധാരാളം കാണാൻ കഴിയും. അതുകൊണ്ടല്ലേ നമുക്കറിയുന്ന സംഭവമല്ലേ, വറഖത്ത് ബിൻ ഔഫിന്റെ അടുത്തേക്ക് ഖദീജ റളിയല്ലാഹു അൻഹയും പ്രവാചകനും ആദ്യ വഹീന്റെ സന്ദർഭത്തിൽ ജിബ്രീൽ വന്നു. വഹി ഇറാഖിൽ നിന്ന് ഖദീജ ബീബിയുടെ അടുത്ത് പോയി. നബിക്ക് പനി ബാധിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും വറഖത്ത് ബിൻ ഔഫൽ പ്രായമായ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. നടന്ന സംഭവങ്ങൾ പറയുന്നു. ആ സമയത്ത് വറഖത്ത് ബിൻ ഔഫൽ പറയുന്ന വാക്കുകളുണ്ട്. എന്താണ് അദ്ദേഹം പറയുക? ഖാല ലഹു വറഖത്ത് ഹാദാ അന്നാമുസു അല്ലതി നസ്സല അല്ലാഹു അലാ മൂസ. മൂസാ നബിയുടെ അടുത്തേക്ക് വന്ന അതേ വാഹകം തന്നെയാണത് എന്ന് പറഞ്ഞു. യാ ലൈതനി ഫീഹാ ജദഅൻ ലൈതനി അഖൂലു ഹയ്യൻ അൻ യുഖ്രിജുക ഖൗമുക. നിന്റെ നാട്ടിലുള്ള ആളുകൾ ആക്രമിക്കുകയും കളവാക്കുകയും അതുപോലെ തന്നെ നിന്നെ പുറത്താക്കുകയും ചെയ്യുന്ന ആ സമയത്ത് ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വറഖത്ത് അവിടെ നിന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യമാണ്, വറഖത്തിനോട് ചോദിക്കുകയാണ്, എന്നെ കളവാക്കുമെന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ പരിഹസിക്കുമെന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ മോശക്കാരനാക്കുമെന്ന് പറയുമ്പോൾ ഉണ്ടാകാത്ത ഒരു വേദനയും പ്രയാസവും പ്രവാചകന് ആ വാക്കുകളിൽ ഉണ്ടായത് ഏത് വാക്ക് പറഞ്ഞപ്പോഴാണ്? സ്വന്തം ജനിച്ചു വീണ മക്കയുടെ മണ്ണിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ചോദിക്കുകയാണ്, എന്നെ എന്റെ നാട്ടുകാരെ പുറത്താക്കുമോ? ഈ നാട്ടിൽ നിന്ന് ഞാൻ ജനിച്ചു വളർന്ന, ഞാൻ നടന്ന ഈ മക്കയുടെ ഭൂമിയിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടുകയോ എന്ന് വളരെ വിഷമത്തോടു കൂടി ചോദിക്കുന്ന പ്രവാചകൻ, ജനിച്ചു വീണ രാജ്യത്തോട്, ജനിച്ചു വീണ നാടിനോടുള്ള പ്രവാചകന്റെ സ്നേഹം അവിടെ നമുക്ക് കാണാം. കാലങ്ങൾ കടന്നുപോയി, പ്രവാചകനെ നാട്ടിൽ നിന്ന് പുറത്താക്കി. അല്ലെ, പ്രവാചകനും സഹാബത്തും ഒക്കെ ഹിജ്റ പോകുന്ന സാഹചര്യം ഉണ്ടായി. മക്കയുടെ ഭൂമിയിൽ നിന്ന് മദീനയുടെ ശാതുല തീരത്തേക്കുള്ള യാത്രകൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രവാചകൻ മക്കയുടെ അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് ആ അസ്വറ എന്ന കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പറയുന്ന വാക്കുണ്ട്, അള്ളാഹുവേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
ഭൂമിയാണ് മക്ക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, ഏറ്റവും നന്മകളുള്ള നാടാണ്. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻഹി മാ ഖറജ്തു, എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ നാട്ടിൽ നിന്ന്, ജനിച്ചു വീണ ഈ നാട്ടിൽ നിന്ന് ഞാൻ പുറത്തു പോകില്ലായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സഹോദരങ്ങളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഓരോ ആളുകൾക്കും ഉണ്ടായിരുന്നത്. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മദീനയിൽ ഇരിക്കുമ്പോ മദീനയിൽ വല്ലാതെ പ്രയാസം അനുഭവിക്കുകയാണ്. മക്കയിൽ നിന്ന് വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ബിലാൽ മദീനയിലേക്ക് വരുന്നത്. ഉമയ്യത്തിന്റെ കിങ്കരന്മാർ മരുഭൂമിയിൽ മലർത്തിക്കടത്തി വലിയ വലിയ പാറങ്ങൾ എടുത്ത് നെഞ്ചത്ത് വെച്ച് അതുപോലെ തന്നെ ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത് ശരീരത്തിൽ രക്തം വാർന്നൊലിക്കുമ്പോൾ പോലും മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ ചരിത്രമാണ് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഉണ്ടായത്. ആദർശത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല ബിലാൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ മദീനയിൽ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് മദീനയിലെത്തി ആശ്വാസമുണ്ടായ സാഹചര്യം. അവിടെ ഇങ്ങനെ രോഗശയ്യയിൽ കിടക്കുകയാണ്. ഇപ്പം ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്ന ചില വാക്കുകളുണ്ട്. വഖാന ബിലാൽ ഇദാ ഉഖിയ അൻഹു യർകുഹു അഖീർ, അദ്ദേഹം പറയുകയാണ് അലാ ലൈത ശഇരി അൽ അബീതൻ ലൈലതൻ ബിബാദി വഹൗലി ഇദ്ഖിരിൻ വജലീൽ വഅൽ അർദിന യൗമൻ മിയാഹു മജന്നത്തിൻ വൽ യബ്ദൂന ലി ഷാമത്തുൽ മുതഫീലു എന്നാണ് അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി ചോദിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? ഇദ്ഖറും ജലീലും പുതപ്പിച്ച പച്ച താഴ്വരയിൽ മക്കയുടെ ആ അന്തരീക്ഷത്തെ, മക്കയുടെ പുഷ്പത്തെ, മക്കയുടെ പ്രകൃതിയെ, മക്കയിലൂടെ മലഞ്ചെരുവുകളെ എല്ലാം വർണ്ണിച്ചുകൊണ്ട് കവിതയിലൂടെ അദ്ദേഹം പറയുകയാണ്. ഇദ്ഖറും ജലീലും പുതപ്പിച്ച താഴ്വരയിൽ ഇനിയും ഒരു രാത്രിയിൽ എനിക്ക് അന്തി ഉറങ്ങാൻ കഴിയുമോ? മക്കയിലേക്ക് ഒന്ന് തിരിച്ചുപോയി അവിടെ ഒരു രാത്രി എനിക്ക് കഴിച്ചു കൂട്ടാൻ സാധിക്കുമോ എന്ന ഒരു വേദന അവിടുന്ന് പറയുകയാണ്. മജന്നയുടെ ദാഹാമൃതം നുകരാൻ, ഷാമത്തുഫീലെത്താൻ, എനിക്ക് മലമുകളിലെത്താൻ എനിക്ക് സാധിക്കുമോ? അതുപോലെ തന്നെ അതിന്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരുമോ എന്ന് മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുകയാണ്. മക്കയിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മളെല്ലാം ജീവിക്കുന്ന ഈ നാട് ഇന്ത്യ, നമ്മൾ പിറന്നു വീണ നാട്, നമ്മളൊരു ഇന്ത്യൻ പൗരനാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനോടും നമ്മളുടെ മണ്ണിനോടുമൊക്കെ വല്ലാത്ത ഒരു ഹുബ്ബ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട്. വല്ലാത്ത ഒരു ഇഷ്ടം അത് നമ്മുടെ മനസ്സുകളിലുള്ള കാര്യമാണ്. ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യയോടുള്ള സ്നേഹം അത്രമാത്രമാണ്. ജന്മനാട് എന്ന നിലക്ക് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാം കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ നന്മ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ നന്മ വളർന്നാൽ എല്ലാവർക്കും അതിന്റെ ഗുണമുണ്ടാകും. നമ്മുടെ നാട്ടിൽ സ്നേഹമുണ്ടായാൽ എല്ലാവർക്കും അതിന്റെ ഗുണമുണ്ടാകും. നമ്മുടെ നാട്ടിൽ ഈ ഇന്ത്യ രാജ്യത്ത് ഐക്യമുണ്ടായാൽ എല്ലാവർക്കും അതിന്റെ ഗുണമുണ്ടാകും. ഇവിടെ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാവർക്കും അനുഭവിക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഓരോ മനുഷ്യനും പ്രവർത്തിക്കേണ്ടത്. ഈ നാട്ടിൽ വിഭാഗീയത ഉണ്ടായാൽ അതിന്റെ പ്രശ്നം ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇവിടെ വർഗീയത വളർന്നാൽ അതിന്റെ പ്രയാസം ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ അക്രമവും അനീതിയും വളർന്നാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പ്രയാസം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാവർക്കും അതിന്റെ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരു കപ്പൽ യാത്ര ചെയ്യുന്ന ഒരു സംഘത്തെ പോലെ. എന്താണ് ആ കപ്പൽ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേകത? കമസലി ഖൗമിൻ ഇസ്തഹബു അല സഫീന, കടലിലൂടെ ഒരു കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ കപ്പലിലാണെങ്കിലോ അതുപോലെ തന്നെ അസ്ഫലുഹ, അതിന് രണ്ട് തട്ടുകളാണുള്ളത്. ഒന്ന് മുകളിലത്തെ തട്ടും ഒന്ന് താഴത്തെ തട്ടുമാണ്. മുകളിലത്തെ തട്ടിൽ കുറെ ആളുകളുണ്ട്, ആ കപ്പലിന്റെ താഴത്തെ തട്ടിലും കുറെ ആളുകളുണ്ട്. അതിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പലിന്റെ പ്രത്യേകത അവർക്ക് വെള്ളം ആവശ്യം വന്നാൽ താഴത്തെ തട്ടിലുള്ള ആളുകൾ വെള്ളമുള്ളത് മുകളിലത്തെ തട്ടിലാണ്, അവിടേക്ക് പോയി വെള്ളം എടുക്കണം. അതാണ് ആ കപ്പലിന്റെ അവസ്ഥ. അങ്ങനെ ഇരിക്കെ താഴത്തെ തട്ടിലുള്ള ആളുകൾ ചിന്തിക്കുകയാണ്, എന്തിനാണ് നമ്മൾ മുകളിലേക്ക് പോയി വെള്ളം എടുക്കുന്നത്? അടിയിലൊരു ദ്വാരമിട്ടാൽ, ഒരു ഹോളിട്ടാൽ നമുക്ക് ഇതിന് വെള്ളം എടുത്തുകൂടെ എന്ന് ചിന്തിച്ചാൽ അവരുടെ കൈ പിടിക്കണോ എന്നാണ് ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപമയിലൂടെ പഠിപ്പിക്കുകയാണ്. അവരെങ്ങാനും അവിടെ ഒരു ദ്വാരമിട്ടാൽ, അവിടെ എങ്ങാനും ഒരു ഹോൾ ചെയ്താൽ എന്താ സംഭവിക്കുക? കപ്പലും മുഴുവനും, മുകളിലത്തെ തട്ടുകാരും മുഴുവനും നശിച്ചു പോകും എന്നതാണ്. അലാ ഐദീഹിം നജ്വൻ ജമീഅ, മുഴുവൻ ആളുകളും നഷ്ടം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പരസ്പരം സഹകരണത്തിലും സഹായത്തിലുമൊക്കെ
സഹോദരങ്ങളായി മുന്നോട്ട് പോകേണ്ടവരാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രശ്നമുണ്ടായാൽ നമുക്ക് എല്ലാവർക്കും അത് പ്രയാസമാണ്. അതുകൊണ്ട് രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഗ്രാമത്തിൽ പ്രശ്നമുണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് ഓരോ സത്യവിശ്വാസിയുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഒരു നിലക്കുള്ള ഫസാദുകളും നമ്മൾ കാരണം തുടക്കം കുറിക്കാൻ പാടില്ല. വർത്തമാനകാലത്ത് ഇന്നിന്റെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി, ശ്രദ്ധയോടുകൂടി നമ്മളെല്ലാവരും ജീവിക്കണം. നമ്മുടെ ഇടയിൽ വർഗീയത വളർത്താൻ ശ്രമിക്കുന്ന പല ആളുകളും ഇന്ന് സമൂഹത്തിലുണ്ട് എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും കാണേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഒരു നാട് നന്നാവണമെങ്കിൽ ആ നാടിന്റെ ഭരണാധികാരി നന്നാകണം. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ്, ആ ഫുളൈൽ ഇബ്നു ഇയാദ് പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണെന്നറിയോ? എനിക്ക് അല്ലാഹു ഇസ്തിജാബത്ത് നൽകുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുവെങ്കിൽ, വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന. എനിക്ക് അല്ലാഹു ഇസ്തിജാബത്ത് നൽകുന്ന ഒരു ദുആയുണ്ടെങ്കിൽ, ഖാല ഫുളൈൽ ഇബ്നു ഇയാദ് ലൗ ഖാന ലി ദഅവത്തുൻ മുസ്തജാബ മാ ജഅൽതുഹാ ഇല്ലാ ഫീ സുൽത്താൻ, ഞാൻ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് അക്രമികളായ ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അതിന്റെ ശർറിൽ നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വിശ്വാസികൾ കഴിയണം. രാജ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ നല്ല ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്നത് വിശ്വാസിയുടെ ആയുധമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒറ്റക്കെട്ടായി ഓരോ വിശ്വാസിയും മുന്നോട്ട് പോകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു കെട്ടിടം പോലെ, ഒരു കെട്ടിടം പോലെ, ഒരു മാലയിൽ ചേർത്ത് വെക്കപ്പെട്ട മുത്തുമണികളെ പോലെ ഒറ്റയ്ക്കായി ഒറ്റക്കൊറ്റക്കായി നടന്നാൽ നിങ്ങൾക്ക് ശക്തി ഉണ്ടാവുകയില്ല. ഒറ്റക്കെട്ടായി ആദർശത്തിൽ അണിനിരന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. യൂറോപ്പ് പോലെയൊക്കെ മറ്റു പല രാജ്യങ്ങളുള്ളതുപോലെ മതരഹിത ജനാധിപത്യമല്ല ഇവിടെ ഉള്ളത്. മതമുള്ളവൻ അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഭരണഘടനയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതമില്ലാത്തവന് മതമില്ലാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തുണ്ട്. മതമുള്ളവന് മതം അനുസരിച്ച് ജീവിക്കുക മാത്രമല്ല, ആ മതം മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യുവാനും ദഅവത്ത് ചെയ്യുവാനും ദാഇയായി ജീവിക്കുവാനുമുള്ള അനുവാദമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. രാജ്യത്തിന്റെ നിർഭയത്വത്തിന് തടസ്സമായി നിൽക്കുന്നവരെ ഒറ്റക്കെട്ടായി നേരിടാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. ഐക്യം തകർക്കുന്ന പ്രവർത്തനങ്ങൾ പലതും സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. എല്ലാ നിലക്കുള്ള തീവ്രവാദത്തെയും എതിർക്കാൻ നമുക്കാകണം. നമ്മുടെ രാജ്യത്തോട് നമുക്ക് കടമയുണ്ട്. നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മളുടെ സഹോദരങ്ങളോട്, അമുസ്ലിം സഹോദരങ്ങളോട് ചേർന്ന് നിൽക്കാൻ രാജ്യത്തിന്റെ നന്മയ്ക്കായി നമുക്കെല്ലാവർക്കും സാധിക്കണം. അവരോട് ഏറ്റവും നല്ല രീതിയിൽ സത്യസന്ധമായി വർത്തിക്കാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് കഴിയണം. നല്ല അയൽക്കാരെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. സത്യസന്ധമായി ഇടപെടണം. മോശപ്പെട്ട സ്വഭാവങ്ങളുള്ളവരായി ഒരു വിശ്വാസി ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ പൗരനും ഈ രാജ്യത്ത് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കപ്പെടുന്ന വാർത്തകളാണ് ഈ അടുത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പ്രതികരിക്കുന്നവർക്ക് ശക്തി പകരാൻ, നന്മയുടെ വഴിയിൽ ഒരുമിച്ച് നിൽക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. രാജ്യത്തെ നശിപ്പിക്കുവാനും വർഗീയത വളർത്തുവാനും ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയാനും, അതുകൊണ്ട് ആ നിലക്ക് അതിനോട് പ്രതികരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രബോധനമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രധാന ദൗത്യം എന്നത് മനസ്സിലാക്കണം. ഈ രാജ്യത്ത് നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ഇസ്ലാമിന്റെ ദഅവത്ത് നിർവഹിക്കുവാൻ ഭരണഘടന അനുവാദം നൽകുന്ന ആ നിഅമത്ത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് കഴിയണം. ശിർക്കും ബിദ്അത്തുകളും ഒക്കെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അള്ളാഹുവിനെ പറ്റി പറയാൻ ആർക്കും സമയമില്ല. ശവകുടീരങ്ങളിലും അതുപോലെ മക്കബറുകളിലേക്കും ഒക്കെ ക്ഷണിച്ചുകൊണ്ടും അവിടുത്തെ വലിയ വലിയ കഥകൾ പറഞ്ഞ കബറുകൾ കെട്ടിപ്പൊക്കിയും പല പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാക്കിയും നേർച്ചകൾ വഴിപാടുകൾ നടത്തിയും ഒക്കെ വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ അതിനെതിരെ ശക്തമായി സംസാരിക്കാൻ, അള്ളാഹു നൽകിയ ഈ നിഅമത്തിനെ ഉപയോഗപ്പെടുത്താൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അള്ളാഹു പറഞ്ഞത്? ഖുർആനിലൂടെ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾക്ക് ബർക്കത്ത് ഇറങ്ങണം. വിശ്വാസികളെ, നിങ്ങൾക്ക് കൃത്യമായ നിലപാടോടുകൂടി മുന്നോട്ട് പോകണം. അങ്ങനെ ബർക്കത്ത് ഇറങ്ങണമെങ്കിൽ വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. നിങ്ങൾ വിശ്വാസികളായി തീരണം. ഈ സ്വാതന്ത്ര്യം ദിനം ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം.
ഇവിടെ ഹലാലുണ്ട്, ഇവിടെ ഹറാമുണ്ട്, അല്ലെ? ഇവിടെ അനുവദനീയമായതുണ്ട്, അനുവദനീയം ആകാത്തതുണ്ട്. നമ്മുടെ നോക്കിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വസ്ത്രദാനത്തിലും നമ്മുടെ ആഘോഷങ്ങളിലും അനുവദനീയമായത് അള്ളാഹു ഹലാലാക്കിയത് മാത്രം ചെയ്യാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് കഴിയണം. അതൊന്നും നോക്കാതെ തോന്നിയത് പോലെ ജീവിക്കുന്ന ഒരു ഉമ്മത്തായി നമ്മൾ മാറാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും, അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും, സത്യമാണോ നന്മയാണോ എന്നൊന്നും നോക്കാത്ത ഒരു കാലഘട്ടം വരും. അവർക്ക് ധരിക്കാൻ തോന്നിയതൊക്കെ ധരിക്കും, ചെയ്യാൻ തോന്നിയതൊക്കെ ചെയ്യും. ആണും പെണ്ണും ഇടകലരും മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും സ്വന്തം ജീവിതത്തിലേക്ക് പേര് ജീവിക്കും. അത്തരം ഒരു കാലഘട്ടം കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എന്നെയും നിങ്ങളെയും ചോദ്യം ചെയ്യും. എന്താ അള്ളാഹ് ചോദിക്കുക? നിങ്ങൾക്ക് വിവാഹം പ്രേരിപ്പിച്ചു തന്നില്ലേ? നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയില്ലേ? ഈ പള്ളിയിൽ ഒരുമിച്ചിരിക്കാനുള്ള സമാധാനത്തോടുകൂടി സ്വസ്ഥമായി ഈ പള്ളിയിൽ വന്ന് ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ദഅവത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ എന്നെ ഓർത്തോ? നിങ്ങൾ അത് ചെയ്തോ എന്ന് ചോദിക്കും. ലാ യാ റബ്ബ്, ഇല്ല റബ്ബേ, അത് ചെയ്തില്ല, വിസ്മരിച്ചു. ദുനിയാവിന്റെ ഭൗതികതയുടെ ആഡംബരങ്ങളുടെ സുഖലോലുപതകളുടെ അടിപൊളികളുടെ ജീവിതത്തിൽ നമ്മൾ മിന്നി പറഞ്ഞു, അതൊന്നും നമ്മൾ ചിന്തിച്ചില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവർ വലിയ നഷ്ടക്കാരാണെന്നാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹം, ഇന്ന് 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ, സഹോദരങ്ങളെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയ നിഅമത്ത് നമ്മൾ തിരിച്ചറിയണം. ഒരു സ്വാതന്ത്ര്യമില്ല. പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കഴിയാത്ത, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ലോകത്ത് ഒരുപാട് സഹോദരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്വാതന്ത്ര്യം എന്നത് മുസ്ലിമിന്റെ അഭിലാഷമാണ്. ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലസ്തീനും അതുപോലെ തന്നെ റോഹിംഗ്യയും ചൈനയുടെ പ്രദേശങ്ങളും ഒക്കെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഓരോ ദിനവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള മോഹങ്ങൾ വെറും സ്വപ്നങ്ങളായി മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ബോംബ് സ്ഫോടനത്തിന്റെയും മിസൈൽ വർഷത്തിന്റെയും ഇടയിൽ ഞെട്ടിയുണരുന്ന ബാല്യങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക വേഷം ധരിക്കാൻ പോലും അനുവാദമില്ലാത്ത നാടുകൾ, എത്രയെത്ര നാടുകൾ നമ്മൾ കാണുന്നു. ജുമാ ജമാഅത്തുകൾക്ക് പോലും പള്ളികളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ. തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ കാബാലികരുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യം ഇന്ന് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇതുപോലെ പള്ളിയിൽ വരാനും ഖുതുബകൾ നിർവഹിക്കുവാനും ഇസ്ലാമിക നിഅമത്ത് നടത്തുവാനും രാജ്യത്ത് ജീവിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ നിർഭയത്വം എന്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിഅമത്തുൽ അംൻ, സ്വന്തം രാജ്യത്ത് നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ അത് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം. ഓരോ അനുഗ്രഹത്തെ സംബന്ധിച്ചും അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആ അനുഗ്രഹങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. തന്റെ വീട്ടിൽ സമാധാനത്തോടു കൂടി രാവിലെ എണീക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമുക്കിന്ന് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ഈ ലോകം മുഴുവൻ കിട്ടിയതിനേക്കാൾ ഉത്തമനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വകഅന്നമാ ഹീസത്തുൽ ദുനിയ, ദുനിയാവ് മുഴുവൻ കിട്ടിയവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഒരിക്കലും നമ്മൾ വിസ്മരിച്ചു കളയാൻ പാടില്ല. അത് ഓർക്കണം, നാവ് കൊണ്ട് ഓർക്കണം, അവയവങ്ങൾ കൊണ്ട് ഓർക്കണം, ജീവിതത്തിന്റെ ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിനോടുള്ള ശുക്റുകൾ അടയാളപ്പെടുത്താൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കണം. അതാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ എവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം, മാതൃരാജ്യമായ ഇന്ത്യ അതിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ പൊൻപുലരി ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. 1947 ആഗസ്റ്റ് 15 വൈദേശിക സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വളരെ സുവർണമായ ഒരു സുദിനത്തിലാണല്ലോ നമ്മളുള്ളത്. പൗരത്വം കൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണെങ്കിലും ആദർശം കൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഓരോ രാജ്യത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന കൃത്യമായ മാർഗരേഖകൾ ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട്. അത്തരം ഭരണപ്രദേശങ്ങളെ ഇസ്ലാം 3 രൂപത്തിലാണ് വിഭജിച്ചതായി കാണാൻ കഴിയുന്നത്. ഒന്ന്, ഇസ്ലാമിക ഭരണപ്രദേശങ്ങൾ എന്ന് കാണാൻ കഴിയും. അത് ദാറുൽ ഇസ്ലാം എന്നാണ് അതിന് പറയാം.
രണ്ടാമത്തത് ദാറുൽ ഹർബ്, ഇസ്ലാമിക വിരുദ്ധ ഭരണ പ്രദേശങ്ങളാണ്. മൂന്നാമത്തത് ദാറുൽ സുൽഹ്, ദാറുൽ ദഅവ എന്നറിയപ്പെടുന്ന ഇസ്ലാമികേതര ഭരണ പ്രദേശങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏതിലാ പെടുക? ദാറുൽ ദഅവ, ഇസ്ലാമികേതര ഭരണ പ്രദേശം എന്ന ആ ഒരു ഗണത്തിലാണ് നമ്മുടെ ഇന്ത്യ രാജ്യം പെടുക. അതുകൊണ്ട് തന്നെ ഒരു മതവിശ്വാസി എന്ന നിലക്ക് ഇസ്ലാമിക മതങ്ങളുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഒരു പ്രബുദ്ധ പൗരൻ എന്ന നിലക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുമുള്ള ഒരു ജീവിത ക്രമമാണ് ഇസ്ലാം ഈ രാജ്യത്ത് നമുക്ക് മുന്നോട്ട് വെക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഭരണഘടന ഉറപ്പു നൽകുന്ന പല അവകാശങ്ങളും ഇന്ന് തടയപ്പെടുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നത് ആർക്കും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളായ മുസ്ലിമീങ്ങളെ വെട്ടിമാറ്റുന്ന സാഹചര്യങ്ങൾ, മറച്ചു പിടിക്കുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ ചരിത്രത്തോട് പോലും നീതിപൂർവമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച് അവകാശവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഹൈദരാബാദ്, അലഹബാദ് പോലെയുള്ള സ്ഥലങ്ങളുടെ നാമങ്ങൾ മാറ്റുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകൾ തകർക്കപ്പെടുന്നു. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ലവ് ജിഹാദ് പോലെയുള്ള ദുരാരോപണങ്ങൾ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. പശുവിന്റെ വിഷയത്തിൽ എത്ര ആളുകളാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 290 ആളുകൾ ആക്രമിക്കപ്പെടുന്നു, 147 ആളുകൾ മരണപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. അഖ്ലാഖിനെ പോലെ, അതുപോലെ തന്നെ അലിമുദ്ദീനെ പോലെയുള്ള ആളുകളെ എങ്ങനെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയും? ഇത്തരം സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസികൾക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. അവിടെ വൈകാരികമായിട്ടല്ല, നാടുവിടുകയല്ല ചെയ്യേണ്ടത്, നിയമം ലംഘിക്കുകയല്ല ചെയ്യേണ്ടത്. നിയമ പോരാട്ടം നടത്തണം. ജനാധിപത്യ മാർഗത്തിലുള്ള സമരരീതികളുമായി ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അത് പറയുമ്പോൾ വിശ്വാസികളായ ആളുകളെ മറന്നുകൊണ്ട്, ധീരദേശാഭിമാനികളെ മറന്നുകൊണ്ട് ഒരിക്കലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധ്യമല്ല. ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മുസ്ലിങ്ങൾ വഹിച്ച പങ്ക് അത്രമേൽ വലുതാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇല്ലേ? ഇന്ത്യയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് പോർച്ചുഗീസുകാരൊക്കെ വരുമ്പോൾ ഇന്ത്യയുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി മുസ്ലിം പണ്ഡിതന്മാരുൾപ്പെടെ 100ഓളം ഫത്വകളാണ് അന്ന് സലഫി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ ഫത്വകൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അതിശക്തമായി മുൻനിരയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ധീരദേശാഭിമാനികൾ ധാരാളം. പോർച്ചുഗീസുകാർ ആദ്യമായി വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങുന്നു. അദ്ദേഹത്തിന്റെ അധിനിവേശത്തിനെതിരെ, ഈ നാടിനെ നശിപ്പിക്കാൻ വന്നപ്പോൾ അതിനെതിരെ മുന്നിൽ നിന്നത് കൂടുതലും മുസ്ലിങ്ങളായിരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിന്റെ ദേഷ്യം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പിൻഗാമി ഇവിടേക്ക് വരുന്നു. രണ്ടുപേരും മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ ചരിത്രങ്ങൾ. കടലിൽ വെച്ച് 15ഓളം കപ്പലാണ് മുസ്ലിങ്ങളുടെ അവരുടെ ചരക്കുകൾ ഉൾപ്പെടെ തകർത്ത് കളയുന്നത്, നശിപ്പിച്ചു കളയുന്നത്. മക്കയിലേക്ക് ഹജ്ജിന് പോയ മുസ്ലിങ്ങളെ 50ലധികം സ്ത്രീകളും അതുപോലെ 100 തീർത്ഥാടകരെ കടലിന്റെ നടുവിൽ വെച്ച് കത്തിക്കരിച്ച് ചാമ്പലാക്കി ഇസ്ലാമിനോടുള്ള ദേഷ്യം തീർത്ത ചരിത്രം ഇവിടെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ കഴിയുക? അങ്ങനെയുള്ള മുസ്ലിങ്ങളുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യുകയും അതുപോലെ അവരുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് അവരെ വെട്ടിമാറ്റാൻ ശ്രമിക്കുമ്പോൾ എന്ത് നീതിയാണ് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. മാപ്പിള നമുക്കറിയാം, 1921 കാലഘട്ടങ്ങളിൽ മാപ്പിള വെള്ളക്കാർക്കെതിരെ, അവരെ സഹായിക്കുന്നവർക്കെതിരെ നടത്തിയ ആ ലഹള 10,000-കണക്കിന് ആളുകളാണ് മരണപ്പെട്ടത്, മുസ്ലിങ്ങളാണ് മരണപ്പെട്ടത്. 50,000-ഓളം ആളുകളെയാണ് ജയിലിലടക്കപ്പെട്ടത്. 10-20,000-ഓളം ആളുകളെയാണ് ആന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ടത്. അവിടുത്തെ സെല്ലുലാർ സെല്ലുകളുടെ ഭിത്തികളിൽ ഇന്ന് മുസ്ലിം നാമങ്ങൾ വായിക്കാൻ കഴിയും. ആ മുസ്ലിങ്ങളെയാണ്, രാജ്യസ്നേഹം അളക്കുന്ന ആളുകളെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയിലടക്കപ്പെട്ടപ്പോൾ മാപ്പെഴുതി കൊടുത്ത് പുറത്തു വന്ന് എന്നിട്ട് അവർക്ക് എല്ലാവിധ ഒത്താശയും പാടിക്കൊടുത്തവർ ഇന്ന് മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും ഇത്തരം ദേശാഭിമാനികളെ ഓർക്കാതെ ഒരു വിശ്വാസിക്കും ഒരു ഇന്ത്യക്കാരനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ്. ഇന്ത്യയുടെ ആത്മാവ് പറഞ്ഞ മനുഷ്യനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ടിപ്പു സുൽത്താന്റെ ചരിത്രം. ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു ചക്രവർത്തി പോരാട്ടഭൂമിയിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ടിപ്പു സുൽത്താനാണ്. ആ ചരിത്രം പോലും തിരുത്തി എഴുതുവാനുള്ള ശ്രമങ്ങളാണ് സഹോദരങ്ങളെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ? കേരളത്തിന്റെ സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മുസ്ലിം നേതാക്കന്മാരെ നമുക്കറിയാം. അത് ഉണ്ണിമൂസ മൂപ്പരും ചെമ്പൻ പോക്കറും അത്തൻ കുരുക്കളും ഒക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മനുഷ്യരാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അവരുടെ മാതാവ് ആബിദ ബീഗം, അവരെ രണ്ടുപേരെയും വിളിച്ചു നിർത്തി പറയുന്ന ചില വാചകങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടണമെന്നാണ് എന്റെ ആഗ്രഹം.
ഈ രാജ്യത്തിന് വേണ്ടി പോരാടണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രചോദനം നൽകിയ ചരിത്രം നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. 1930 നവംബറിൽ ലണ്ടന്റെ വട്ടമേശ സമ്മേളനത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ മുഖത്തു നോക്കി മുഹമ്മദ് അലി ജോഹർ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം ആർക്കാണ് വിസ്മരിക്കാൻ കഴിയുക? ഒന്നുകിൽ ഈ ലണ്ടനിൽ എനിക്കൊരു ശവകുടീരം ഉണ്ടാക്കണം, അതല്ലെങ്കിൽ ഞാൻ എന്റെ നാട്ടിലേക്ക് ഒരു അടിമയായി തിരിച്ചു പോവുകയില്ല, എന്റെ നാട്ടിന്റെ സ്വാതന്ത്ര്യം നൽകാതെ ഞാൻ ഇവിടുന്ന് ചലിക്കുകയില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് അലി ജൗഹറിനെ ആർക്കാണ് പ്രിയമുള്ള സഹോദരങ്ങളെ മറക്കാൻ കഴിയുക? അങ്ങനെ എത്രയെത്ര മഹാരഥന്മാർ ഈ രാജ്യത്തിന് വേണ്ടി മറ്റ് സഹോദരങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പടപൊരുതിയ ചരിത്രം. ബഹദൂർ ഷാ സഫർ, മൗലവി ലിയാഖത്ത് അലി, മൗലവി അഹമ്മദുല്ലാ ഷാ, ബീഗം മസറത്ത് മഹൽ, അതുപോലെ നാനാ സാഹിബിന്റെ കൂടെ, നാനി ലക്ഷ്മിബായിയുടെ കൂടെ ഖാൻ ബഹദൂർ ഖാൻ, മൗലാന മുഹമ്മദ് ജൗഹർ, സയ്യിദ് ഹസൻ ഇമാം, മുഖ്താർ അഹമ്മദ് അൻസാരി, റഹ്മത്തുല്ലാ സയാനി തുടങ്ങിയ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാർ അവരെല്ലാവരും ഊർജം കൊണ്ടത് എവിടുന്നാണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രം നമ്മൾ കാണുമ്പോൾ ഈ 49ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ സഹോദരങ്ങളെ അവരുടെയൊക്കെ ചരിത്രങ്ങൾ വെട്ടിമാറ്റി അവതരിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അവരുടെ മുന്നിൽ ഉറക്കെ ഈ പേരുകൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇന്ത്യൻ പൗരൻ നിലക്ക് ഇവിടുത്തെ ഭരണഘടനയെ നിലനിർത്താനും ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ ശക്തമായ അവർക്കെതിരെയുള്ള മുന്നേറ്റത്തിൽ ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും ഉദാരമായി പള്ളിക്ക് വേണ്ടി സംഭാവനകൾ നൽകണമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജാരിയായ സദഖയിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, വെളിച്ചം ഖുർആൻ പരീക്ഷയുടെ ഉത്തരക്കടലാസ് ഇൻഷാ അല്ലാഹ് ഒക്ടോബർ 10 മുമ്പ് തന്നെ എല്ലാവരും തിരികെ ഏൽപ്പിക്കേണ്ടതാണ്. ഇനിയും ദിവസങ്ങളുണ്ട് എന്ന് വിചാരിക്കരുത്. അത് ശ്രദ്ധാപൂർവം അത് ഗൗരവത്തിൽ എടുത്തുകൊണ്ട് ആ എക്സാം പൂർത്തിയാക്കി എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഞായറാഴ്ചകളിൽ വരുന്ന ലൈൻത്ത് ഖുർആന്റെ ക്ലാസുകൾ എല്ലാവരും അല്ലാഹുവിന്റെ കലാമിനെ കൃത്യമായി പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ഇതെല്ലാം ഒരു സ്വാലിഹായ കർമ്മങ്ങളാക്കി സ്വീകരിക്കുമാറാകട്ടെ. രോഗികളായ ആളുകൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട എല്ലാവരും രോഗികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാ സഹോദരങ്ങൾക്കും ശിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. പൂർണ്ണ ആഫിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മയും അവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, പലസ്തീനിൽ, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ അല്ലാഹു അവർക്ക് എല്ലാവിധ സഹായവും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവിടെ കാൽപാദങ്ങളെ നീ അടിയുറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. പരിക്കു പറ്റിയ സഹോദരങ്ങൾ അല്ലാഹു അവർക്ക് ശിഫാഅ് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.